എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചൈനീസ് വിഭവമായ ചില്ലി ചിക്കൻ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്, എരിവ് കുറഞ്ഞ 4 പച്ചമുളക്, ഒരു വലിയ ക്യാപ്സിക്കം, ഒരു 6-7 തണ്ട് മല്ലിയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി. അതോടൊപ്പം തന്നെ 300 ഗ്രാം ചിക്കൻ എല്ലില്ലാത്തത് കഴുകി വൃത്തിയാക്കിയത്, 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ് 2 ടീസ്പൂൺ, ഒപ്പം തന്നെ കോൺഫ്ലോർ ഒരു 4 ടേബിൾ സ്പൂണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സവാള കട്ട് ചെയ്തെടുക്കാം. അതൊരു പ്രത്യേക ഷേപ്പിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇച്ചിരി കട്ടിയുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക, തീരെ ചെറുതാകാതെ. ഉള്ളി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലുള്ള ചെറിയ ഇതളുകളായിട്ട് ഇത് അടർത്തിയെടുക്കണേ. അടുത്തായിട്ട് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. അതും നമ്മൾ ഉള്ളി എടുത്തതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ ബോക്സ് ടൈപ്പ് ആയിട്ട് വലുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. പച്ചമുളകും നടുകെ മുറിച്ച് രണ്ടായിട്ട്, ഒരു കഷ്ണം രണ്ടായിട്ട് കീറി ഇങ്ങനെ നീളത്തിൽ എടുക്കണം. ഇനി നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിപ്പം ഇല്ലല്ലോ വെളുത്തുള്ളിക്ക്, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നീളത്തിൽ ഇങ്ങനെ കീറി എടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അത് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ നീളമുള്ള കഷ്ണമല്ല, ഇതൊന്ന് രണ്ടാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ കണ്ടല്ലോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയാണ്. ചെറുതായിട്ട്, വലിയ തീരെ പൊടിയല്ല, ഒരു ചെറിയ വലുപ്പത്തിൽ കട്ട് ചെയ്ത് മല്ലിയിലയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, അര സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു, 2 സ്പൂണ് കോൺഫ്ലോർ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇനിയും ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് വറുത്ത് കോരാമേ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം. ഇതാ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ട ചിക്കൻ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആ കടായിലുണ്ടായിരുന്ന ഓയില് കുറേ അങ്ങ് മാറ്റിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയില് അതിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി തന്നെ ഇരിക്കുന്നു. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആ ഓയിലിൽ ഒരു 30 സെക്കൻഡ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കിടന്ന ശേഷം നമ്മൾ നമ്മുടെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണേ. അപ്പോൾ സവാള ഇട്ടു, ഒരു 30 സെക്കൻഡിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനേ. പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു, നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വാടാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കയും ഒക്കെ വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേരേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക്
സോയാ സോസ് ഒരു 2 ടീസ്പൂണ്. ഇനി ഒരു 2 ടീസ്പൂണ് ചില്ലി സോസ്. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസുകളും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അത് നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കാനായിട്ട് ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 2 സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം നമ്മുടെ ഗ്രേവിയും വെജിറ്റബിൾസും എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ രുചികരമായ ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പം മല്ലിയില കൂടി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിരുചികരമായ ചില്ലി ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ സമയം പോലെ ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.